അങ്ങനെ നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയെല്ലാം നന്നായി പഴുത്ത് ഗോൾഡൻ യെല്ലോ കളറിലായിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേ എന്ന് ഞാൻ കാണിച്ചു തരാം. വരൂ, നമുക്കൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. ഇത് മാംഗോ പ്യൂരിയും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. മാംഗോ പ്യൂരി ഫസ്റ്റ് മിക്സിയിൽ അടിച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡ് കൊണ്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് കട്ട് മാംഗോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിൽക്ക് മെയ്ഡ് 200 ഗ്രാംസ്, അതിലും കുറച്ച് കൂടുതലിടാം, മധുരം കൂടുതൽ വേണ്ടവർക്ക്. പിന്നെ ചൈന ഗ്രാസ്, അത്രയും മതി. ചൈന ഗ്രാസ് ആദ്യം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് അതേ വെള്ളത്തിൽ, നല്ല വെള്ളമായിരിക്കണം എടുക്കേണ്ടത്, അതേ വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. പിന്നീട് നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിക്കേണ്ടതാണ്. മിൽക്ക് മെയ്ഡ് മാംഗോ പ്യൂരി മിക്സ് കുറച്ച് നേരം ചൂടാക്കി ലംസ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് അതിലേക്ക് ഈ ചൈന ഗ്രാസ് ഒഴിക്കണം. എന്നിട്ട് ഇങ്ങനെ മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കട്ട് മാംഗോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം സെറ്റായി. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് 2 to 4 hours കൂളാകാൻ വെച്ചാൽ മതി. ബാക്കി വന്ന മിക്സ്ചർ ഞാൻ ചെറിയൊരു മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിലേക്ക് അതേപോലെ കട്ട് മാംഗോസ് എല്ലാം മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ടു. ഇതെന്തിനാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ചെക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരില്ലേ, ആയോ സെറ്റായോ എന്ന്. അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ മെയിൻ മോഡിലേക്ക് പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു നോക്കാം, സെറ്റായോ എന്ന് നോക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഇതൊരു ട്രയൽ മാതിരി. അങ്ങനെ 2 മോൾസും ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ആഫ്റ്റർ 4 hours ഞാൻ എടുത്ത് നോക്കി, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കോർണർ ഒന്ന് ജസ്റ്റ് സ്കൂപ്പ് ചെയ്ത് നോക്കി, വളരെ സെറ്റായിട്ടുണ്ട്, നന്നായി വരുന്നുണ്ട്. ഇനി ഡീമോൾഡ് ചെയ്താൽ സെറ്റായി കിട്ടുമെന്ന് മനസ്സിലായി. ടേസ്റ്റും നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ മധുരമാവാം എന്നെനിക്ക് തോന്നി, പക്ഷേ എനിക്കിത്രയും മതി. ചെറിയ മോൾഡ് എടുത്ത് ഞാൻ ഡീമോൾഡ് ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴോ അത് കുളമായോ എന്ന് എനിക്കറിയില്ല. ഞാനതിൻ്റെ മേലെ കുറച്ച് കോക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഭംഗി കൂടിയോ കുറഞ്ഞോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മെയിൻ മോൾഡ് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പോയില്ല. അതിൻ്റെ ബ്യൂട്ടീനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. ജസ്റ്റ് 2 പിസ്താച്ചിയോസ് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ടു, അത്രമാത്രം. സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മധുരം കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.